നമസ്കാരം. നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോഴിതാ ഭാരതത്തിന്റെ രൂപയും ആഗോളതലത്തിലേക്ക് കുതിക്കുകയാണ്. UAE-യിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള പണം രൂപയിലാണ് നൽകുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ രൂപയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് പിന്നാലെ ജൂലൈയിൽ ഇരു രാജ്യങ്ങളും UAE-യുമായി കരാറിൽ ഒപ്പുവച്ചിരുന്നു. പ്രാദേശിക കറൻസിയെ ആഗോളതലത്തിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഓഗസ്റ്റിൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിക്ക് പണം കൈമാറുകയും ചെയ്തിരുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ ഉപഭോക്താക്കളാണ് ഭാരതം. മറ്റ് വിതരണക്കാരുമായും ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാനുള്ള ശ്രമത്തിലാണ് ഭാരതമായിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ ചർച്ചകൾ നടന്നുവരികയാണ്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് 1 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പണമടച്ചത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് സ്ഥിരമായി പേയ്മെന്റ് നടത്തുന്നത് $US ഉപയോഗിച്ചാണ്. എന്നാൽ പരമ്പരാഗതമായി കറൻസിക്ക് ലിക്വിഡിറ്റിയും കുറഞ്ഞ ഹെഡ്ജിംഗ് ചെലവുമുണ്ട്. രൂപയിൽ നിന്നും ഡോളറിലേക്ക് മാറ്റുന്നത് ഒഴിവാക്കിയാൽ തന്നെ ഇടപാടുകളുടെ ചിലവ് കുറയ്ക്കാനാകും. രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്തുക, ഡോളറിന്റെ അപ്രമാദിത്യം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഭാരതം നടത്തിവരുന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണിത്. രൂപയെ അന്തർദേശീയവൽക്കരിക്കുന്നതിലൂടെ ആഗോള സാമ്പത്തിക ആഘാതങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ല. വലിയ തുകയുടെ ഡോളർ പേയ്മെന്റുകൾ കുറയ്ക്കുക വഴിയാണ് ഇത് സാധ്യമാകുക. ക്രോസ് ബോർഡർ പേയ്മെന്റുകളിൽ രൂപയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 18 രാജ്യങ്ങളുമായി രൂപയുടെ ഇടപാടുകൾ തീർപ്പാക്കാൻ 1 ഡസനിലധികം ബാങ്കുകളെ അനുവദിച്ചിരുന്നു. അതിനുശേഷം വ്യാപാര സെറ്റിൽമെന്റുകൾക്കായി ഇന്ത്യൻ കറൻസി സ്വീകരിക്കാൻ UAE, സൗദി അറേബ്യ തുടങ്ങിയ വൻകിട എണ്ണ കയറ്റുമതിക്കാരെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ഓഗസ്റ്റിൽ IOC ADNOCക്ക് രൂപ അടച്ചതാണ് ആദ്യ വിജയം നേടിയതെന്ന് അധികൃതർ പറയുന്നു. ഒമാൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സമാന വ്യാപാര കരാറുകൾക്കുള്ള ഇന്ത്യയുടെ നീക്കം പുരോഗമിക്കുകയാണ്. ഒമാൻ ഭരണാധികാരി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഇക്കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുമുണ്ട്. വലിയ തോതിലുള്ള ഡോളർ പേയ്മെന്റുകളുടെ ആവശ്യകത കുറയ്ക്കാൻ കഴിയുന്നതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യൻ കറൻസി കരുത്താർജിക്കും. കൂടുതൽ രാജ്യങ്ങളിൽ സ്വീകാര്യമാകുന്നതോടെ ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര കറൻസികളിൽ പ്രാമുഖ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ ഉപഭോക്താവായ ഭാരതവുമായി കരാറിലെത്താൻ ഗൾഫ് രാജ്യങ്ങൾക്കും താൽപ്പര്യമുണ്ട്. രൂപ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപാടുകൾക്ക് ഭാരതം ഭാവിയിൽ മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണിത്. രൂപയുടെ ആഗോളനില മെച്ചപ്പെടുത്താനും പെട്രാഡോളറിനെ ആശ്രയിക്കുന്നത് ക്രമേണ ഇല്ലാതാക്കാനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തെ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്.